ഉദ്യോഗസ്ഥരുടെ കൂറ് ഭരണഘടനയോടല്ല, ഭരണാധികാരികളോടാണ്. സ്ഥലം മാറ്റങ്ങളെയും നിയമനങ്ങളെയും കുറിച്ച് ബോധവാന്മാരായ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ മേലധികാരികളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. നിയമവാഴ്ച എന്നത് പല ഉദ്യോഗസ്ഥർക്കും ഒരു അസൗകര്യമായി മാറിയിരിക്കുന്നു. കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ അറസ്റ്റുകൾ നടക്കുന്നു. ദുരുദ്ദേശത്തോടു കൂടി FIRകൾ രജിസ്റ്റർ ചെയ്യുകയോ പൂഴ്ത്തിവെക്കുകയോ ചെയ്യുന്നു. നടപടിക്രമങ്ങൾ നിരന്തരം ലംഘിക്കപ്പെടുകയും കോടതി ഉത്തരവുകൾ കടലാസിൽ മാത്രം ഒതുങ്ങുകയും ചെയ്യുന്നു. അലഹബാദ് ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണമാണ് ഞാൻ വായിച്ചത്. അലഹബാദ് ഹൈക്കോടതി, ഉത്തർപ്രദേശിലെ പോലീസുകാർ, ഉത്തർപ്രദേശിലെ നിയമപാലകർ, ഉത്തർപ്രദേശിലെ പോലീസ് സേന, ആ പോലീസ് സേനയ്ക്ക് ഭരണഘടനയോടല്ല താല്പര്യം. അവർക്ക് താല്പര്യം ഭരണാധികാരികളോടാണ്, ചില രാഷ്ട്രീയ പാർട്ടികളോടാണ്. അവരുടെ ദാസ്യന്മാരും ദാസന്മാരുമായി ഇവരൊക്കെ പ്രവർത്തിക്കുകയാണ് എന്നാണ് ഹൈക്കോടതി രൂക്ഷ ഭാഷയിലുള്ള നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഇത്തരം ഒരു നിരീക്ഷണം തന്നെ ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിലെവിടെയാ രൂക്ഷത എന്ന്. ഒരു കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നിരീക്ഷണങ്ങൾ തന്നെ വലിയ രൂക്ഷമായതാണ്. നമ്മൾ സാധാരണക്കാർ ഉപയോഗിക്കും പോലെയുള്ള കായും മായും പൂയും ഒന്നും ചേർത്തുള്ള വാക്കുകൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് രാഷ്ട്രീയ ചട്ടുകങ്ങളായി മാറിയിരിക്കുന്നു എന്ന് അലഹബാദ് ഹൈക്കോടതി നിരീക്ഷിക്കുകയാണ്. ഇത് നിരീക്ഷിക്കാനുണ്ടായ ഒരു കാര്യം, ഗാസിയാബാദിലെ ഒരു കുടുംബത്തിലെ 3 പേർക്കെതിരെ ചുമത്തിയ ഗുണ്ട ആക്ട്, ആ ഗുണ്ട ആക്റ്റുമായി ബന്ധപ്പെട്ട് കേസ് കോടതിയിലെത്തിയപ്പോൾ കോടതിക്ക് മുന്നിൽ ഇവർ അക്രമമുണ്ടാക്കിയതിനോ ഇവർ പൊതുസ്ഥലങ്ങളിൽ ഭീഷണികൾ ഉണ്ടാക്കിയതിനോ അല്ലെങ്കിൽ ഇവർ ആരെങ്കിലും ആക്രമിച്ചതിനോ എന്ന് പറഞ്ഞാൽ ഒരു ഗുണ്ട നടത്തുന്ന എന്തെങ്കിലും പണിയെടുത്തതിനുള്ള ഒരു തെളിവുകളും പോലീസിൻ്റെ കയ്യിലില്ല. വെറുതെ 3 പേരെ അറസ്റ്റ് ചെയ്ത്, ഈ 3 പേര് മുസ്ലിം സമുദായത്തിൽ പെടുന്നതാണ് കേട്ടോ, മുസ്ലിങ്ങളായ 3 പേരാണ്. അപ്പോൾ വെറുതെ മുസ്ലിമായ എന്നതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ഗുണ്ട ആക്റ്റും തലയിൽ കെട്ടിവെച്ച് കൊടുത്ത് കോടതിയിലെത്തിച്ചതാണ്. അപ്പോൾ കോടതിയിലെത്തിച്ചപ്പോൾ കോടതി ചോദിച്ചു എന്താ കാര്യം? പോലീസ് പറഞ്ഞു ഗുണ്ടകളാണ്, ഗുണ്ട ആക്റ്റാണ്. അപ്പോൾ ചോദിച്ചത് എന്താണ്, എവിടെയാണ് ഗുണ്ടാപ്പണി എടുത്തത്, എവിടെയാണ് അക്രമം ഉണ്ടാക്കിയത്, ആരെയാണ് ഭീഷണിപ്പെടുത്തിയത്, എന്താ തെളിവുള്ളത്? ഒന്നിനും ഒരു തെളിവുമില്ല. അങ്ങനെ അക്രമം ഉണ്ടാക്കിയതിനോ ഭീഷണിപ്പെടുത്തിയതിനോ ഗുണ്ടകളുടെ ഈ തട്ടിക്കൊണ്ടുപോക്ക്, പണം പിരിവ്, ലഹരി മാഫിയ ബന്ധം, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ എന്തെങ്കിലും തെളിവുണ്ടോ? ഒന്നിലും ഒരു തെളിവുമില്ല. അപ്പോഴാണ് കോടതി പറഞ്ഞത് കൃത്യമായിട്ട് ഭരണഘടനയോടല്ല വിധേയത്വം, മറിച്ച് ഭരിക്കുന്ന പാർട്ടിയോടാണ് വിധേയത്വം. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതും കോടതി കൃത്യമായിട്ട് പറഞ്ഞു. കാരണം ഈ ഭരണത്തിലിരിക്കുന്ന യോഗി ആദിത്യനാഥിൻ്റെ ഏറാം മൂലികൾക്കും അനുകൂലമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടില്ലെങ്കിൽ അവർക്ക് അനുകൂലമായി നിൽക്കുന്നവർക്ക് കൃത്യമായ പ്രമോഷൻ, അവരാഗ്രഹിക്കുന്ന സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റം ഒക്കെ, അവരെവിടെയാണോ ഏത് സർക്കിളിലാണ്, ഏത് പോലീസ് സ്റ്റേഷനിലാണ് അവർക്ക് ജോലി ചെയ്യണമെന്ന് അവരാഗ്രഹിക്കുന്നത് അങ്ങോട്ട് സ്ഥലം മാറ്റം, മാനദണ്ഡങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് പ്രമോഷൻ, യാതൊരു യോഗ്യതയും ഇല്ലാത്തവൻക്ക് പോലും പ്രമോഷൻ ഒക്കെ ലഭിക്കുന്നു. എന്നാൽ എല്ലാ യോഗ്യതയുമുള്ളവർ ഈ പറയുന്ന രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് എതിരായി നിയമത്തിൻ്റെ വഴിക്ക് സഞ്ചരിച്ചാൽ അവനിക്ക് പ്രമോഷൻ, അവനെ തഴയല്, അവനക്കെതിരെ വൈരാഗ്യബുദ്ധിയോടുള്ള പ്രവർത്തനം, അവനിക്ക് അങ്ങ് അണ്ടകടാഹത്തിലേക്ക് സ്ഥലം മാറ്റം, അങ്ങനെ പല രീതിയിലുള്ള പീഡനം. അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ കുറച്ചാളുകൾ തീരുമാനിച്ചു നമുക്കെന്താക്കാം, യോഗി പറയും പോലെ നിയമമൊന്നും നോക്കണ്ട, കോടതിയുടെ ഉത്തരവും നോക്കണ്ട, ഭരണഘടനയും നോക്കണ്ട, യോഗി എന്താണോ പറയുന്നത് നമുക്കത് ചെയ്യാം. അങ്ങനെ പോലീസ് സേനയിലെ മിക്ക ആളുകളും, ഉത്തർപ്രദേശ് പോലീസ് സേനയിലെ മിക്ക ആളുകളും അങ്ങനെയായി മാറിയിരിക്കുന്നു എന്ന് അലഹബാദ് ഹൈക്കോടതി തന്നെ ഒരു നിരീക്ഷണം നടത്തുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എവിടേക്ക് എത്തുന്നു? ഈ ഉത്തർപ്രദേശിലാണ്
വ്യാജ ഏറ്റുമുട്ടലുകൾ, വ്യാജ എൻകൗണ്ടറുകൾ, ബുൾഡോസർ രാജ്, കയ്യേറ്റം പൊളിപ്പിക്കൽ, ഈ പറയുന്ന മസ്ജിദുകൾക്കിടയിൽ നിന്ന് ശിവലിംഗം കണ്ടെത്തൽ, ഇതൊക്കെ നടക്കുന്നത് യു പിയിലാണ്. യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശിലാണ്. അവിടുത്തെ പോലീസിനെ കുറിച്ച് അതേ അലഹബാദ് ഹൈക്കോടതി, യു പിയിലെ കോടതിയാണ് പറയുന്നത്, കൃത്യമായിട്ട് രാഷ്ട്രീയ ചട്ടുകങ്ങളായി മാറിയിരിക്കുന്നു. നിയമപാലകര് ഭരണഘടനയെയോ നിയമ സംവിധാനത്തെയോ മാനിക്കുന്നില്ല, അതിനനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. രാഷ്ട്രീയ നേതാക്കളുടെ തൃപ്തി ലഭിക്കാൻ വേണ്ടി, അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവർ പറയുന്നത് എന്താണോ അത് ചെയ്യുന്നു. അതിൽ നിയമമില്ല, ഭരണഘടനയില്ല, നിയമ സംവിധാനങ്ങളില്ല, മാനദണ്ഡങ്ങളില്ല, നടപടിക്രമങ്ങളില്ല, ഒന്നും തന്നെയില്ല. കൃത്യമാണല്ലോ കാര്യങ്ങൾ. ഇതിപ്പോൾ അലഹബാദ് ഹൈക്കോടതി ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തുമ്പോൾ നിങ്ങൾ ഈ കഴിഞ്ഞ 1, 2, 3, 4, 5, 6 മാസങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുക. യു പിയിൽ നടന്ന ഓരോ കേസുകളും പരിശോധിച്ച് നോക്കുക. എല്ലാ കേസുകളിലും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത് നിരപരാധികളാണ്. 90% നിരപരാധികളാണ്. എവിടെയും ഒരു ഇരക്കും ഒരു നീതിയും യു പി പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല. ഒരു ഇരക്കും ഒരു നീതിയും യു പി പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല. വളരെ കൃത്യമായി രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘമായിട്ട് യു പിയിലെ പോലീസ് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്. അതാണിപ്പോൾ അലഹബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് വിനോദ് പറഞ്ഞിരിക്കുന്നത്. വളരെ കൃത്യമാണല്ലോ കാര്യങ്ങൾ, അല്ലേ? ഇത്തരം നടപടികൾ വെച്ച് പുറപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ജസ്റ്റിസ് വിനോദ് ദിവാകറിൻ്റെ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത്. ഇത് ഇപ്പോഴാണ് കോടതിക്കെങ്കിലും ഒന്ന് തുറന്ന് പറയാൻ തോന്നിയത്. കോടതി ഇത് തുറന്ന് പറയുമ്പോൾ കോടതിക്ക് ഇത് ബോധ്യമില്ലാഞ്ഞിട്ടല്ല, കോടതികളുടെ വായ പോലും മൂടിക്കെട്ടിയിരിക്കുകയാണ് സംഘ് പരിവാർ. കോടതികളുടെ വായ പോലും മൂടിക്കെട്ടിയിരിക്കുക. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് കോടതി ഇത്തരം ഒരു പരാമർശം നടത്തുന്നത്. ഈ പരാമർശത്തെ കൃത്യമായിട്ട് മറ്റൊരാളുടെ ഒരു പ്രതികരണം, ഞാൻ നേരത്തെ നിങ്ങളുമായി ചർച്ച ചെയ്ത ഒരു പ്രതികരണമുണ്ട്. രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം, അടുത്ത 1 വർഷത്തിനുള്ളിൽ നരേന്ദ്രമോദി സർക്കാർ താഴെ വീഴും, തനിക്ക് ഈ പറയുന്ന സിസ്റ്റത്തിനകത്ത് നിന്ന് അത്തരം ഇൻഫർമേഷനുകൾ ലഭിക്കുന്നുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ ആ വാക്ക് കൂടി. കാരണം രാഹുൽ ചില ആളുകളുടെ പേരെടുത്ത് പറഞ്ഞിരുന്നു, ഇവരൊക്കെ താനുമായിട്ടിപ്പോൾ പല രീതിയിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അവരുടെ ഉള്ളിലുള്ള എതിർപ്പ് അവർ പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന്. സ്വാഭാവികമായിട്ടും രാഹുലിൻ്റെ ഈ പ്രതികരണം വന്നതിന് പിന്നാലെയാണ് അലഹബാദ് ഹൈക്കോടതി ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തി വെക്കുന്നത് എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്, അല്ലേ? ഇപ്പം കഴിഞ്ഞ ദിവസം യു പിയിൽ നിന്ന് മറ്റൊരു വാർത്ത വന്നിരുന്നു. എന്താണ്? ഉത്തർപ്രദേശിനെ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും നമ്പർ 1 സ്റ്റേറ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് CBSE പരീക്ഷയും നീറ്റ് പരീക്ഷയും അട്ടിമറിക്കപ്പെട്ടു. ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചോർത്തി പലർക്കും നൽകി. എന്തിനാ? രാജ്യത്ത് ഈ എൻട്രൻസ് എക്സാമുകളിൽ അതുപോലെ CBSE എക്സാമുകളിലൊക്കെ ഉത്തർപ്രദേശിലെ ആളുകൾക്കാണ് കൂടുതൽ വിജയമുണ്ടാകുന്നത് എന്ന് വരുത്തി തീർക്കാൻ. അതിന് വേണ്ടിയിട്ട് ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് നല്ല ട്യൂഷൻ സെൻറ്ററുകൾ, കോച്ചിങ് സെൻറ്ററുകൾ, നല്ല പഠന സംവിധാനം, നല്ല ഒരു എഡ്യൂക്കേഷണൽ അറ്റ്മോസ്ഫിയർ, ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു വേണ്ടത്. അതിന് പകരം യോഗി ആദിത്യനാഥ് നോക്കുമ്പോൾ ഏറ്റവും എളുപ്പപ്പണി ഇതിനാണെങ്കിൽ കുറേ കഷ്ടപ്പാടുണ്ട്. കുട്ടികളെ പഠിപ്പിച്ച് കഴിവ് തെളിയിക്കണം. ചോദ്യപേപ്പർ ചോർത്തി നൽകാനാണെങ്കിലോ പണച്ചെലവില്ല, കഷ്ടപ്പാടുകളില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ല. കുട്ടികൾക്കാണെങ്കിൽ കൂടുതൽ പഠിക്കും വേണ്ട, ചോദ്യപേപ്പറിലുള്ള ചോദ്യങ്ങൾക്കുള്ള ആൻസർ മാത്രം ഒന്ന് നോട്ട് ചെയ്തിട്ട് പോയാൽ മതി എന്നുള്ളതായിരുന്നു. എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിനെ രാജ്യത്തെ നമ്പർ 1 സ്റ്റേറ്റ്, വിദ്യാഭ്യാസ മേഖലയിലെ നമ്പർ 1 സ്റ്റേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി കണ്ട മാർഗം ചോദ്യപേപ്പറുകൾ ചോർത്തി നൽകുക എന്നുള്ളതാണ്. എല്ലാ മേഖലയിലും അങ്ങനെയാ.
എല്ലാ മേഖലയിലും. അതിപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ശരി, ഇപ്പം കോടതി പറഞ്ഞതുപോലെ ഈ പറയുന്ന പോലീസ് മേഖലയിലാണെങ്കിലും ശരി, നിയമവാഴ്ചയിലാണെങ്കിലും ശരി, ഏത് മേഖലയിലാണെങ്കിലും ശരി, ക്രമക്കേടുകൾ മാത്രമാണ് ഉത്തർപ്രദേശിൻ്റെ സമ്പാദ്യം. കാരണം ഭരണാധികാരി തന്നെ ഒരു പോങ്ങന. ഒരു പോങ്ങന, ഒരു വിദ്യാഭ്യാസവും ഇല്ല, ഒരു അക്ഷരാഭ്യാസവും ഇല്ല, ഒരു ഒലക്കിയും ഇല്ല. വർഗീയത തലക്ക് പിടിച്ച് നല്ല ഒന്നാം തരം മുസ്ലിം വിരോധി ആയ കാരണം മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. എന്നിട്ട് ആ കസേരയിൽ ഇരുന്നു കൊണ്ട് മുസ്ലിങ്ങളെ മാക്സിമം ദ്രോഹിക്കുക, അവരുടെ വീടുകൾ ഇടിച്ചു പൊളിക്കുക, അവരെ ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടത്തുക, അവരെ ആക്രമിക്കുക, അവരുടെ സ്വത്തുക്കൾ അപഹരിക്കുക, അവരുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കുക, മസ്ജിദുകളൊക്കെ അമ്പലങ്ങളാക്കി മാറ്റുക. ഇത്തരം പ്രവർത്തികൾക്ക് ഒരു കുഴപ്പമില്ല, ഒരു തടസ്സമില്ല. അത് വളരെ കൃത്യമായി എഫിഷ്യൻ്റായി നടക്കുന്നുണ്ട്. എന്നാൽ നടക്കേണ്ട കാര്യം വിദ്യാഭ്യാസ മേഖല തകർന്ന് തരിപ്പണം, സാമ്പത്തിക മേഖല തകർന്ന് തരിപ്പണം, ആരോഗ്യ മേഖല അതിനേക്കാൾ വലിയ ശോചനീയ അവസ്ഥ, പൊതു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികൾ അത് പിന്നെ പറയേ വേണ്ട. അപ്പോൾ ഇങ്ങനെ ഒരു നാട്ടിലെ ഉത്തർപ്രദേശിലെ പോലീസുകാരെ കുറിച്ച് ആ നാട്ടിലെ തന്നെ കോടതി, അലഹബാദ് കോടതി പറയുകയാണ്, ഭരണഘടനയോടോ നിയമ സംവിധാനങ്ങളോടോ നിയമവാഴ്ചകളോടോ ഒന്നുമല്ല ഈ പറയുന്ന നിയമപാലകർക്ക് താല്പര്യം. അവർക്ക് രാഷ്ട്രീയക്കാരോടും ഇവരുടെ പ്രമോഷനുകൾക്ക് വേണ്ടിയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും അതുപോലെ സ്ഥലം മാറ്റങ്ങൾക്ക് വേണ്ടിയും എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ഭരണകൂടത്തിലെ പല നേതാക്കന്മാരെയും പല രീതിയിൽ ഇങ്ങനെ സുഖിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോടതിക്കും ബോധ്യങ്ങൾ വന്നു തുടങ്ങുന്നു. കോടതിയുടെ ഈ ബോധ്യത്തെ രാഹുൽ ഗാന്ധിയുടെ ആ പ്രതികരണവുമായിട്ട് കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുക. കാരണം അതും ഇതും തമ്മിൽ വലിയ ബന്ധങ്ങളുണ്ട്. രാജ്യത്ത് സംഘപരിവാറിനെതിരെ BJP ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു പൊതുവികാരം രൂപപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.